നമസ്കാരം. ഡൽഹിയിൽ നിന്നും വാഹനങ്ങൾ ഫോർച്യൂണർ 4.5 ലക്ഷത്തിന്, അതുപോലെ ഇന്നോവയൊക്കെ 3 ലക്ഷത്തിന്. പ്രിയ സുഹൃത്തുക്കളെ, തെറ്റായൊരു പ്രചരണം നടക്കുകയാണ്. അതായത് അവിടെ 10 കൊല്ലത്തിന് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കുറച്ച് കാലമായി അങ്ങനെ ഒരു നിബന്ധന വന്നിട്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു വിധിയും അതുപോലെ കർശനമാക്കുന്നൊരു തീരുമാനങ്ങളും എടുത്തു. നമ്മളൊന്ന് മനസ്സിലാക്കുക, അവിടെ 10 കൊല്ലം കഴിഞ്ഞ വാഹനം രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കില്ല. അതുമാത്രമല്ല, ആ വാഹനം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊപ്പം ബെന്നിച്ചേട്ടൻ നമസ്കാരം. ബെന്നിച്ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. കേരള കൗമുദിയുടെ റിപ്പോർട്ടറാണ്. അതുപോലെ നമുക്കും വേണ്ടി റിപ്പോർട്ടുകൾ ഒരുപാട് എഴുതുന്ന ബെന്നിച്ചേട്ടനാണ്. വടക്കഞ്ചേരിയുടെ സ്പന്ദനമാണ്. ബെന്നിച്ചേട്ടാ, ഡൽഹിയിൽ നിന്നൊക്കെ വന്നുല്ലേ? വണ്ടി എടുക്കാൻ പോയി. എന്താണ് 12 ദിവസം ഞാൻ അവിടെ താമസിച്ചിട്ടാണ് വണ്ടി എടുക്കാൻ പോയത്. നമ്മൾ വാങ്ങിയ വണ്ടി ഇതാണ്. അവിടെ ഫോർച്യൂണർ 3 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം കിട്ടുമെന്ന് പറയുന്നത് വെറുതെ പറയുകയാണ്. അതായത് 2015 താഴെയുള്ള വണ്ടികൾ, അതായത് 2013 വണ്ടികളൊന്നും ഡൽഹിയിൽ NOC കിട്ടില്ല. NOC കിട്ടാത്ത വണ്ടി ഒരു കാരണവശാലും ഇവിടെ നമുക്ക് പേര് ചേർക്കാൻ പറ്റില്ല. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആക്രിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആക്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഈ 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് മുതലാക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഈ സാധനം കയറ്റുമ്പോൾ അതിന് വേറെ ടാക്സ് അടയ്ക്കണം. അതായത് വണ്ടിക്ക് എന്ത് വിലയുണ്ടോ അതിൻ്റെ ഒരു തുക ആക്രി ടാക്സ് അടയ്ക്കണം. അത് അടച്ചിട്ട് ഇവിടെ കൊണ്ട് പൊളിച്ചാൽ ഒന്നും കിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഡൽഹിയിൽ വണ്ടി ഓടിപ്പോയിട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞത് നടക്കുന്ന കേസല്ല. 12 ദിവസം അലന്ന് തിരിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു വണ്ടി കിട്ടിയത്. അതായത് വണ്ടി തട്ടിയതും മുട്ടിയതും ഇടിച്ചതും വണ്ടിയായിരിക്കും. അത് ന്യായമായ വിലയുണ്ട്. ഇവിടുത്തെ കേരള വണ്ടിക്കാരിൽ 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആ രീതിയിലേ കുറവുള്ളൂ. അതല്ലാണ്ട് ഒരു കാരണവശാലും തോന്നും പോലെ ഒന്നും വണ്ടി കിട്ടില്ല. ഞാൻ ഈ വണ്ടിക്ക് പാകം പോലെ ഒരു വിലയ്ക്കാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ആലത്തൂർ സ്വദേശി ഒരു ഷാജഹാനാണ് എനിക്ക് വണ്ടി വാങ്ങി തന്നത്. അവരുടെ കെയർ ഓഫിൽ തന്നെ അവിടെ ഡീലർമാർ കേരളത്തിലേക്ക് വണ്ടി കൊണ്ടുവരുന്ന ഒത്തിരി പേരുന്നുണ്ട്. ഇവരെല്ലാം വണ്ടി പാർട്ടിയായിട്ട് സംസാരിച്ച് എല്ലാം എന്നെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം വണ്ടി ഇഷ്ടപ്പെട്ടാൽ ടോക്കൺ കൊടുത്ത് ഇവിടുന്ന് പോയി വണ്ടി എടുത്തിട്ട് വരാണ് പതിവ്. വണ്ടി കയറ്റി വിടുകയാണെങ്കിൽ 30,000 രൂപയും അവിടെ ഓടിച്ചുകൊണ്ട് വരികയാണെങ്കിലും ആ ചിലവ് തന്നെ വരും. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇവിടുന്ന് കുറച്ച് പേര് കഴിഞ്ഞ ദിവസം ഒരു ഈ ഡീസൽ, അവിടെ പഴയ വണ്ടികൾക്ക് ഡീസൽ കൊടുക്കില്ല എന്നുള്ള ഇത് വന്നപ്പോൾ ആ ഡീസൽ കൊടുക്കില്ലാതെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹരിയാനയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ 15 വർഷം ഉപയോഗിക്കാം, 10 വർഷമല്ല. അപ്പോൾ ആ വാഹനങ്ങൾക്ക് മാത്രമാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അത് പ്രാബല്യത്തിൽ കൊടുക്കില്ല, ഡൽഹിയിൽ കൊടുക്കില്ല. അപ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നാൽ അത് സർക്കാർ നിരോധിക്കുകയും ചെയ്തു. നിങ്ങളിനി വണ്ടി എടുക്കാൻ 3.5 ലക്ഷത്തിൽ കിട്ടും 4 ലക്ഷത്തിൽ കിട്ടും പറഞ്ഞ് പോയ പാർട്ടികൾ ഇന്നലെ തിരിച്ചു വന്നു, വളരെ നിരാശരായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വണ്ടി ഇട്ടാൽ 10 ഞാൻ എടുക്കാം, വെറുതെ ഇവിടെ വളർന്ന ആൾക്കാർക്ക് 50,000 കിട്ടിയ ലാഭത്തിൽ കൊടുക്കാമല്ലോ. അതൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു ആശ വേണ്ട, വെറുതെ പോകാൻ ചതിയിൽ പോയി പെടരുത്. വില കുറച്ച് തരാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വരും. ഇവിടെ കൊണ്ടോട്ടി, അതുപോലെ കണ്ണൂർ, പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കുറേ ഡീലർമാർ അവിടെ ഉണ്ട്. അവർക്ക് സ്ഥിരം പരിപാടി ഇവിടുത്തെ ഡീലർമാർക്ക് വണ്ടി കൊടുക്കുകയാണ്. അവർ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ചെറിയൊരു തുക മാർജിൻ എടുത്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. അവിടെയുള്ളവർക്ക് ഒരു 20,000 ബ്രോക്കറാച്ച് കൊടുത്താൽ മതി, അവർ വണ്ടി എടുത്തു തരും. നമുക്ക് പോയി ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കി വളരെ ഇതായിട്ട് രീതിയിലാണ്. അല്ലാതെ ചതിക്കുഴി പോയി പെടലേന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിവിടെ എന്താ പറയുക, ഇവിടെ നിന്ന് ഡീസൽ വണ്ടി ആയിട്ട് അങ്ങോട്ട് പോയാലും അവിടെ ഓടിക്കാൻ പറ്റില്ല. ഡീസൽ വണ്ടി അവിടെ ഡീസൽ വണ്ടി, പഴയ വണ്ടി കടത്തില്ല. പുതിയ വണ്ടി ഓക്കെ, പഴയ വണ്ടി അതിൻ്റെ ഉള്ളിലേക്കും കടത്തില്ല. അപ്പോൾ ഇത് ഒത്തിരി പഠിക്കാനുണ്ട് ഇതിനെപ്പറ്റി. ചുമ്മാ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു വെറുതെ പോയാൽ പണം പോയി തന്നെ. ഇവിടെ പലരും പണം അയച്ചു കൊടുത്ത് പണം പോയവരുണ്ട്. ഒത്തിരി പേര് പൈസ അയച്ചു കൊടുത്തു. ആ പൈസ എവിടെയാണെന്ന് പോലും അറിയാം, ആൾക്കാർ പോലും കിട്ടാത്തൊരവസ്ഥയിലുണ്ട്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ പോയി വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം. അതിനു മുമ്പ് ഏതെങ്കിലും ഡീലറായിട്ട് ബന്ധപ്പെട്ട് അവർ ഫോട്ടോ അയച്ചു തരും, ഹിസ്റ്ററി അയച്ചു തരും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിന് ശേഷം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പോയാൽ മതി. അങ്ങോട്ട് വരിക. NOC ഒക്കെ ചിലപ്പോൾ 4 ദിവസം 5 ദിവസം കൊണ്ടൊക്കെ NOC കിട്ടും. അതിലൊന്നും ജാഗ്രത എടുക്കുക. പാർട്ടിയുടെ വണ്ടി നേരിട്ട് എടുക്കുക. അവിടുത്തെ ഡീലർമാരുടെ വണ്ടി എടുത്താൽ വില കൂടും. വില പ്രശ്നങ്ങളൊന്നുമില്ല, വില കൂടും. ഒത്തിരി മലയാളീസ് ഇതുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. വെറുതെ അവരുടെ കഞ്ഞിയിൽ പാറ്റിടാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഓരോരുത്തർ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കഞ്ഞിയിൽ പാറ്റിടാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചതിക്കുഴിയിൽ പെടരുത്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചാനൽ കാണുന്നവര് ആരും അബദ്ധത്തിൽ വന്ന് പെടരുത് സുഹൃത്തുക്കളെ. കാരണം ഒരു തട്ടിപ്പ് നടത്താൻ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സഞ്ജയന്റെ കഥ. അന്ന് പഠിച്ചപ്പോ മുതലും അന്ന് വായിച്ചപ്പോ മുതലും ഇന്ന് വരെ, ഇന്നിപ്പോ തൊട്ട് സെക്കൻഡ്സ് എടുത്താൽ ഇന്നും തട്ടിപ്പ് നടക്കുന്നുണ്ട്. മലയാളികൾ പെടുന്നുണ്ട്. മലയാളികൾക്ക് പൈസ എവിടെ കൊണ്ട് കളയാൻ എവിടെയും നോക്കി നടക്കുക. എന്നാൽ സത്യസന്ധമായ കാര്യങ്ങളിലൊന്നും നിക്ഷേപിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. ബെന്നിച്ചേട്ടാ എന്തായാലും ഇൻഫർമേഷൻ നന്നായി. 12 ദിവസം അലഞ്ഞു തിരിഞ്ഞാണ് എനിക്ക് വണ്ടി കിട്ടിയത്.
ഒരു രാവിലെ പോയി നോക്കുക ശരിയാവില്ല. പിന്നെ തമ്മിൽ ബിസിനസ്സുകാർ അവിടെ പാരയുണ്ട്. അതൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും പതിവുള്ള മലയാളിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നല്ല സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആലത്തൂർ ഇരട്ടക്കുളത്ത് റോയൽ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഷാജഹാൻ മൂപ്പരാണ് എനിക്ക് വണ്ടി എടുത്തത്. മൂപ്പർ മാസത്തിൽ 10, 15, 20 വണ്ടി കേരളത്തിൽ കയറ്റി വിടുന്ന ആളാണ്. അവർക്ക് അത് തന്നെയാണ് പണി. അവർ ട്രെയിലറിൽ കയറ്റി വിടും. ബാംഗ്ലൂർ ഇറക്കാം, കേരളത്തിൽ ഇറക്കാം. ചിലർ ബൈ റോഡ് ഓടിച്ചുകൊണ്ട ആൾക്കാരുണ്ട്. ഞാൻ വന്നപ്പോൾ ബൈ റോഡ് വേറെ വണ്ടിയിലാണ് വന്നത്, ബൈ റോഡ്. ഇപ്പോൾ ഈ വണ്ടി ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂർ ഞാൻ ബൈ റോഡ് ഇന്നലെ വന്നു. ഓക്കെ, എന്തായാലും വെറുതെ ഒന്നും കിട്ടില്ല, ഒന്നും എല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് വാഹനം എടുക്കാൻ വേണ്ടി ഷോർട്ട് കട്ട് നേടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റു വാർത്തകളോട് കണ്ടെത്താം. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വാർത്തകൾ ചറ നിങ്ങൾക്ക് ലഭിക്കും.